സുഭാഷ് മാതാർ. ഞാനാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിധിശേഖരം കാണിച്ചു കൊടുത്തത്. DGP ഓഫീസിൽ വിളിച്ചറിയിപ്പിച്ചത് ഫോൺ മുഖാന്തരം അറിവ് കിട്ടിയിട്ടത്. മൊബൈലിലെ ടച്ച് മൊബൈലിൻ്റെ കാര്യം, മിസൈൽ തിരിച്ചിറക്കുന്ന ആശയം, ഈ രണ്ടാശയങ്ങളും എൻ്റെ നിന്ന് തട്ടിയെടുത്തതാണ്. അത് കൂടാനുകൂടി വാങ്ങിയിട്ട് മറ്റ് രാജ്യത്തിന് മറച്ചു വയ്ക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം 2011 എനിക്കെതിരെ ഒരു ക്രിമിനൽ കേസ് ഇവർ കരുതിക്കുട്ടി ചെയ്തു. ഒരു വീടിനടുത്തുള്ള തൈതറയിൽ പങ്കയാഷിനെ, ഒരു നാണുവിൻ്റെ മകൻ ഓമനക്കുട്ടൻ, അജിത, ഇവരൊക്കെ ചേർന്ന് ബ്ലഡ് അബോധാവസ്ഥയിലാക്കിയിട്ടെടുത്തിട്ട് തത്തറയിൽ പങ്കന് ഈ കഴിവുള്ള ആളാണ്. അയാൾ എൻ്റെ ബ്ലഡ് ട്രിപ്പിട്ടിട്ട് അയാൾ മനസ്സിൽ വിചാരിച്ചാൽ മതി, ഞാനറിയാതെ കുറ്റകൃത്യത്തിൽ ചെന്ന് പെടും. ഇത് സിമ്പിളൊന്ന് ചോദിച്ചാൽ ഇത് മനസ്സിലാകുന്ന കാര്യമാണ്. അയാളിനെ ഇവരെ ചോദ്യം ചെയ്യാൻ, ഈ കേസിലെ വാദികളും പ്രതികളും ഒക്കെ ഇവർ തന്നെയാണ്, സാക്ഷികളും ഒക്കെ ഇവരെല്ലാം ഗൂഢാലോചന നടത്തിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും ആലപ്പുഴ പോലീസ് മേധാവിക്കും 2011 മുതൽ, അന്ന് കോൺഗ്രസ് ഭരിക്കുകയായിരുന്നു, 2011 മുതൽ ഇപ്പോഴുള്ള സർക്കാരിന് ഞാൻ അപേക്ഷ അയച്ചു, പരാതി അയച്ചു. ഇത് അന്വേഷിക്കണം. എന്നാൽ ഇത് അന്വേഷിക്കുന്നില്ല. ഇവർക്കിതിൽ എന്തോ ഈ പ്രതികളുമായിട്ട് എന്തെങ്കിലും ബന്ധം കാണുമായിരിക്കും ഈ കേസുമായി. അല്ലെങ്കിൽ ഒരു നിരപരാധിയെ ശിക്ഷിക്കാൻ വേണ്ടി കോടതിയെ വരെ ഉപയോഗിച്ചിരിക്കുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും പരാതി അയച്ചിരുന്നു. പക്ഷേ എനിക്ക് നീതി ലഭിച്ചിട്ടില്ല നാളിതുവരെ. എനിക്ക് വീടോ വസ്തുവൊന്നും ഇല്ലാത്ത 2 കുട്ടികൾ മാത്രമാണുള്ളത്. ഭാര്യ വരെ ഇവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഡൈവേഴ്സാക്കി മാറ്റി ഇവരുടെ കസ്റ്റഡിയിലാക്കിയിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. 2011 മുതൽ എന്നോടും കുടുംബത്തോടും ചെയ്യുന്ന ഈ ദ്രോഹം ചോദിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. ഞാൻ വീടിന് വേണ്ടി കേന്ദ്ര സഹായത്തിന് വേണ്ടി അപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഈ കാര്യങ്ങളെല്ലാം കാണിച്ച് കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു, ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു. വീണ്ടും കാര്യങ്ങൾ ഒന്നുകൂടെ ഇമെയിൽ സന്ദേശം അയക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.